പേര് ഷഹന. പാലക്കാട് ജില്ലയിൽ കൂടല്ലൂർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ചെയ്യുന്നത് ചെമ്മീൻ കൂർക്ക ബിരിയാണി. ആദ്യം നമുക്ക് കിസ്മിസ്, സവാള, കാഷ്യൂ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ ഗീ ഒഴിച്ചെടുക്കുക. ഗീ ഒഴിച്ച് ചൂടായതിന് ശേഷം സവാള ചേർത്ത് കൊടുക്കുക. സവാള നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ഒരു 5 മിനിറ്റ് നന്നായി വഴറ്റി കൊടുക്കുക. സവാള ഫ്രൈ ആയി തുടങ്ങി. ഫ്രൈ ചെയ്ത സവാള ഒരു പാനിലേക്ക് മാറ്റാം. ശേഷം കിസ്മിസും കാഷ്യൂം ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത കാഷ്യൂ, കിസ്മിസ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചെമ്മീൻ മസാല തേക്കാം. മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, സാൾട്ട് ആവശ്യത്തിന്, പെപ്പർ പൗഡർ എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മസാല തേച്ച് 10 മിനിറ്റ് മാറ്റി വെക്കാം. റസ്റ്റ് ചെയ്യാൻ തലയോട് കൂടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് വേറെ മസാല തേച്ചിട്ട് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അടുത്തതായി കൂർക്ക വേവിച്ചെടുക്കാം. കുക്കറിൽ ഒരു വിസിലിട്ട് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് വേവിച്ചെടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കണം. 4 വിസിൽ വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യുക. കുക്കർ മാറ്റി വെക്കുക. അടുത്തതായി കൂർക്ക ബിരിയാണിയിലേക്കുള്ള മസാല തയ്യാറാക്കാം. ചൂടായതിനു ശേഷം സവാള ഇട്ട് കൊടുക്കുക. ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ശേഷം മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുക. വഴന്നതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായി വഴറ്റി കൊടുക്കുക. നന്നായി വഴന്നതിന് ശേഷം ടൊമാറ്റോ ചേർത്ത് കൊടുക്കുക. ഫ്രൈ ആയതിനു ശേഷം മല്ലിയില ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, പെപ്പർ പൗഡർ 1/4 ടീസ്പൂൺ എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ബിരിയാണി മസാല 1/4 ടീസ്പൂൺ, പകുതി ലെമൺ പിഴിഞ്ഞു കൊടുക്കാം. ഹലോ ഷഹന. ഹായ്. പാലക്കാട് അല്ലേ? ഉള്ളിയൊക്കെ വറുത്ത് കുറച്ച് ഓവർ ബ്രൗൺ ആയോ? എന്താ ഉണ്ടാക്കാൻ പോണത്? സീ ഫുഡ്, ചെമ്മീൻ കൂർക്ക ബിരിയാണി. ചെമ്മീനും കൂർക്കയും കൂടെ ബിരിയാണി. കൂർക്ക എവിടെ? കൂർക്ക വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓർമ്മയുണ്ടോ കൂർക്ക പായസം കുടിച്ചത്? അടിപൊളി. ഓക്കെ. അപ്പോൾ ബാക്കി മസാല ഒക്കെ ഉണ്ട്. ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ട് ചേർക്കും. കൂർക്ക മനസ്സിലായി. ഫ്രൈ ചെയ്ത് കുറച്ച് കരിഞ്ഞു പോയി അല്ലേ? പ്രൈസ് എന്താണ്? കൈമ തന്നെ. കൈമ. ഓക്കെ. അപ്പോൾ പാലക്കാട് എന്താണ് ആക്ച്വലി ചെയ്യുന്നത്? ശരി, ഞാനൊരു ഹോം ബേക്കർ. 7 വർഷമായി കേക്ക് ചെയ്തോണ്ടിരിക്കും. കേക്ക്സ് ആണ് അല്ലേ സ്പെഷ്യൽ? പിന്നെ മത്സരങ്ങൾക്കൊക്കെ പോകാറുണ്ട്. ബിരിയാണി ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടാക്കാറുണ്ട്. ട്രൈ ചെയ്യാം. ഇതിപ്പോ ഏത് പാറ്റേൺ ആണ് ചെയ്യുന്നത്? ഏത് ടൈപ്പ് ഓഫ് ബിരിയാണിയാണ്? ഇത് നമ്മുടെ അവിടുത്തെ പാലക്കാടൻ ശൈലിയിലാണോ? അപ്പോ പാലക്കാട് ഡിസ്ട്രിക്റ്റ് ആണ്. ഞങ്ങൾ തൃത്ത കൂടല്ലൂർ എന്നാണ് ഞങ്ങളുടെ സ്ഥലം. അവിടെ ഏതാ ഈ റാവുത്തർ ബിരിയാണി ടൈപ്പ് ആണോ? അങ്ങനെ ഒന്നുമല്ല. നിങ്ങളുടെ സ്റ്റൈൽ എന്താണ്? അവിടുത്തെ കൈമ വെച്ചിട്ട് ചെയ്യും. നോർമൽ ബിരിയാണി നോക്കാം. ഓക്കെ. ഫ്രൈ ചെയ്ത ഉള്ളിയിലേക്ക് കൂർക്കട്ട് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അടുത്തതായി നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. ഫ്രൈ ചെയ്ത ചെമ്മീൻ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്ത അരി വേവിച്ചെടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുക.
അരി തിളപ്പിക്കാനുള്ള വെള്ളത്തിലേക്ക് പട്ട 2 എണ്ണം, ഏലക്ക 4 എണ്ണം, ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കണം. ശേഷം കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കുക. കൂർക്ക പുറത്തു വന്നു കണ്ടല്ലോ. വേവിച്ച് വറുത്തായിരുന്നോ? വറുത്തായിട്ടാ. ശരി. പിന്നെ റൈസ് ഊറ്റിയെടുക്കാനാണ് പ്ലാൻ, പറ്റിക്കല്ല. അല്ല, ഊറ്റിയെടുക്കാം. പിന്നെ എനിക്ക് ബാക്കി മീറ്റ് മസാല. ഓക്കെ, ചെമ്മീൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. മസാല റെഡി. കൂർക്കയും ചെമ്മീൻ. ഇനിയിപ്പോ പെട്ടെന്നാവുമല്ലോ അല്ലേ? ഇത് ഊറ്റിയെടുത്താൽ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കോക്കനട്ട് മിൽക്ക് ചേർക്കാം. ചെമ്മീൻ ഫ്രൈ ചെയ്ത് ചേർക്കാം. അടുത്തതായി കൂർക്ക ചേർത്ത് കൊടുക്കുക. വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുക്കുക. ദം ചെയ്യാനായിട്ട് 10 മിനിറ്റ് സിമ്മിലിട്ട് വെക്കാം. ദം ചെയ്ത് ബിരിയാണി സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ചെമ്മീൻ കൂർക്ക ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്.